ആരോഗ്യ നിർമ്മാണ മേഖലയിലെ തൊഴിലാളികളുടെ കുറവ് നികത്താൻ ഇന്ത്യയിൽ നിന്നും 15,000 പേരെ നിയമിക്കാനൊരുങ്ങി ഇസ്രായേൽ. 10,000 നിർമ്മാണ തൊഴിലാളികളെയും 5,000 ആരോഗ്യ പ്രവർത്തകരെയും ആവശ്യമുണ്ടെന്ന് കാട്ടി ഇസ്രായേൽ അധികൃതർ സമീപിച്ചതായി കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷനും പറഞ്ഞു. ഈ വർഷം ആദ്യം സമാന ആവശ്യവുമായി ഇസ്രായേൽ ഇന്ത്യയെ സമീപിച്ചിരുന്നു. ഒക്ടോബർ 7 ആക്രമണത്തിന് പിന്നാലെ ഹമാസ് ഇസ്രായേൽ സംഘർഷം രൂക്ഷമായതോടെയാണ് 1,00,000-ഓളം പലസ്തീൻ താൽക്കാലിക തൊഴിലാളികളെ ഇസ്രായേൽ പിരിച്ചുവിട്ടത്. ഇത് ഇസ്രയേലിൽ കനത്ത തൊഴിലാളി ക്ഷാമത്തിന് ഇടയാക്കിയതോടെയാണ് മറ്റ് രാജ്യങ്ങളിൽ നിന്നും ആളെ എത്തിക്കാൻ തീരുമാനിച്ചത്. ആദ്യ ബാച്ചിൽ ഇസ്രായേലിലേക്ക് തെരഞ്ഞെടുത്തത് വേണ്ടത്ര പ്രവൃത്തി പരിചയമില്ലാത്ത തൊഴിലാളികളെയാണെന്ന് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടുകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് കേന്ദ്ര നൈപുണ്യ വികസന കോർപ്പറേഷന്റെ പ്രസ്താവനയെത്തിയത്. ഈ വർഷം ആദ്യമാണ് ഇസ്രായേലിലേക്ക് സർക്കാർ സ്വകാര്യ തലങ്ങളിൽ 10,000 ഇന്ത്യൻ തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്തത്. UP, ഹരിയാന, തെലങ്കാന എന്നിവിടങ്ങളിലാണ് അഭിമുഖങ്ങൾ നടന്നത്. 3 റൌണ്ടുകൾ നീണ്ട അഭിമുഖത്തിന് ശേഷം തിരഞ്ഞെടുക്കപ്പെട്ട പലർക്കും നിർമ്മാണ തൊഴിലിനെക്കുറിച്ച് ഒന്നും അറിയില്ലെന്ന് ഇസ്രയേലിൽ എത്തിയതിനു ശേഷമാണ് മനസ്സിലായതെന്നാണ് റിപ്പോർട്ട്. പലർക്കും ചുറ്റിക പിടിക്കാൻ പോലും അറിയില്ലായിരുന്നു. ബാർബർ, കൃഷിപ്പണി തുടങ്ങിയ ജോലികൾ പ്രതീക്ഷിച്ചാണ് ഇവർ എത്തിയത്. തുടക്കത്തിൽ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നുവെങ്കിലും പിന്നീട് ഇസ്രയേലി കരാറുകാർ ഇന്ത്യൻ തൊഴിലാളികളെ കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ജോലി ചെയ്യാൻ അനുവദിച്ചില്ല. ശരിയായ പ്രവർത്തന പരിചയമില്ലാതിരുന്നതാണ് കുഴപ്പമായതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. തുടർന്ന് ഇവരെ ഫാക്ടറി ജോലികൾക്കും ക്ലീനിംഗ്, കയറ്റിറക്ക് ജോലികൾക്കും നിയമിക്കാൻ ഇസ്രായേൽ സർക്കാർ അനുമതി നൽകിയതായും ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇസ്രായേലിലെത്തിയ 500-ലധികം തൊഴിലാളികൾ നാട്ടിലേക്ക് മടങ്ങിയെത്തിയെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 15,000 ഇന്ത്യൻ തൊഴിലാളികളെ വീണ്ടും ആവശ്യമുണ്ടെന്ന് ഇസ്രായേൽ പോപ്പുലേഷൻ, ഇമിഗ്രേഷൻ ആൻഡ് ബോർഡർ അതോറിറ്റി ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അഭിമുഖങ്ങൾക്കായി അടുത്തയാഴ്ചകളിൽ PIBA സംഘം ഇന്ത്യയിലെത്തും. ഇത്തവണ മഹാരാഷ്ട്രയിൽ വെച്ചായിരിക്കും അഭിമുഖം നടക്കുക. ഇസ്രായേലിന് ആരോഗ്യരംഗത്തെ പരിചാരകരായി 5,000 പേരെയാണ് ആവശ്യമുള്ളത്.